ഇന്നത്തെ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പേജിലുണ്ടല്ലോ, എഡിറ്റോറിയൽ പേജില് പിണറായി വിജയന്റെ അരപ്പേജ് ലേഖനാട്ടോ. ഒന്ന് ഏതായാലും പിണറായി വിജയൻ ആയിരിക്കില്ലല്ലോ ആയിരിക്കില്ല എന്നല്ല അല്ല. കാരണം പിണറായി വിജയൻ ഇമാതിരി ഒരു ലേഖനം എഴുതാനുള്ള സെൻസും സെൻസിബിലിറ്റി ഒന്നും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആരോ എഴുതി കൊടുത്തൊരു സാധനം. എനിക്ക് മനസ്സിലാവാത്തതേ ഇവർക്കൊന്നും ഇത് ആൾക്കാർ പരിഹസിക്കില്ലേ? തലക്കെട്ട് തന്നെ സർക്കാർ ഉടമസ്ഥത തുടരണം. വിഴിഞ്ഞത്ത് സർക്കാരിന്റെ ഉടമസ്ഥത തന്നെയാണെന്നേ. ഇവരൊപ്പിട്ട കരാറാണ്. ഉമ്മൻചാണ്ടിയും ബാബുവും ഒപ്പിട്ടതിന് ശേഷം ആ കരാറ് സ്ഥിരീകരിച്ചുകൊണ്ട് അനുബന്ധ കരാറൊക്കെ ഉണ്ടാക്കി കണ്ട് പിണറായി വിജയനും വാസവനൊക്കെ ഒപ്പിട്ട കരാറാണ്. അതിൽ സർക്കാരിന്റെ ഉടമസ്ഥത തന്നെയാണ്. സർക്കാരിന്റെ ഉടമസ്ഥതക്ക് ഒരു ഭംഗവും വരുത്താൻ പറ്റില്ല. ഇത് അദാനിയുടെ കയ്യിലുള്ള ഷെയർ. അതാകെ 20-22% വരുള്ളൂ. മൊത്തം ആസ്തിയുടെ 20-22% വരുന്ന അദാനിയുടെ ഷെയർ, അതിന്റെ ഒരു 49% അദാനി വിൽക്കുന്നത്. അദാനിക്ക് 75% വരെ വിൽക്കാം. പക്ഷെ അദാനി 49% വിൽക്കാൻ വേണ്ടി പോകുന്നത്, കൈമാറാൻ വേണ്ടി പോകുന്നത്. അത് സംബന്ധിച്ച എന്താ പറയാ നടപടിക്രമങ്ങളാണ് ഇപ്പൊ നടന്നു വരുന്നത്. അതിന് പകരം എന്ന് പറഞ്ഞ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അദാനി വന്നിട്ട് കഴിഞ്ഞ 2 മാസം മുമ്പ് വരെ വരുന്ന പാർട്ട്ണറായിരുന്നു. 2 മാസം മുമ്പ് വരെ പാർട്ട്ണർ. ഭരണം പോയപ്പോ പിന്നെ അദാനി വേണ്ട. അദാനി ഏറ്റവും വലിയ കടൽക്കൊള്ളക്കാരൻ. എന്നിട്ട് പറയാണ് സർക്കാർ ഉടമസ്ഥത തുടരണം. പൊട്ടന്മാരെ, സർക്കാർ ഉടമസ്ഥത തന്നെയാണ് തുടരണം എന്ന് പറയേണ്ട കാര്യമില്ല. ഈ പിണറായി വിജയനെ നമ്മൾ എങ്ങനെയായിരുന്നു 10 വർഷം സഹിച്ചത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത്ര വലിയ പൊട്ടത്തരം. LKG പഠിക്കുന്ന നിങ്ങൾ നോക്കിക്കോ, ഈ സാധനം LKG പഠിക്കുന്ന കുട്ടികളോട് വായിച്ച് കേൾപ്പിച്ചു കൊടുത്താലേ അവര് പരിഹസിച്ചിരിക്കും. ഇത് ആരെങ്കിലും ഒന്ന് ആ മനുഷ്യൻ, ഇയാളുടെ പേര് വെച്ചിട്ടാണല്ലോ, പിണറായി വിജയൻ എന്നുള്ള പേര് വെച്ചിട്ടാണ്, അയാളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു ലേഖനം എഴുതിയത് അല്ലേ? ഇമാതിരി പൊട്ടത്തിൽ എഴുതി കൊടുക്കാന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പിണറായിയെ നാറ്റിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? പിണറായിയെ നാറ്റിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമമാണെന്ന് എനിക്ക് സംശയമുണ്ട്. KN ബാലഗോപാൽ നിയമസഭയിൽ വെച്ചിട്ട് തന്നെ നാറ്റിപ്പിച്ചതാണ്. LOP എന്താ ഇരിക്കുന്ന LOP? എണീറ്റിട്ട് വല്ലതും LOP വായിൽ എന്താ പടമാണോ LOP എന്ന രീതിയിലൊക്കെ ചോദിച്ച ആളാണ് ബാലഗോപാൽ. അപ്പൊ ബാലഗോപാലിന്റെ നേതൃത്വത്തിലാണോ അതല്ല ഇപ്പം വേറെ MA ബേബിയുടെ നേതൃത്വം? ബേബി അതല്ല കേരളത്തിന്റെ കാര്യങ്ങൾ നോക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അത് കേരളത്തിന്റെ ഉള്ളിലുള്ള ഒന്നുകിൽ നമ്മളെ ബ്രിട്ടാസ് ആയിരിക്കും, അല്ലെങ്കിൽ നികേഷ് കുമാർ ഉണ്ടല്ലോ, നികേഷ് കുമാർ, ഗണേഷ്, ഇവരാരൊക്കെയോ തയ്യാറാക്കി കൊടുത്ത ലേഖനമാണ്. ഇതിൽ പറയുന്നത് സർക്കാരിന്റെ മുൻകൂർ അനുമതി വാങ്ങാതെ, ഇത് എത്ര കാലായി ഇവർ പറയുന്നത്? സർക്കാരിന്റെ മുൻകൂർ അനുമതി വാങ്ങിയില്ല. സർക്കാരിന്റെ അനുമതിക്കായിട്ട് ഇവർ കത്ത് നൽകി, രണ്ടാമതൊരു കത്ത് നൽകി, കൂടുതൽ വിശദീകരിച്ച് ഒരു കത്ത് നൽകി. ആ കത്ത് ഇതൊക്കെ ചട്ടപ്രകാരമാണ്, നിയമപ്രകാരമാണ്. പലതവണ ഞാൻ തന്നെ വീഡിയോയിൽ പറഞ്ഞതാണ് ഈ കാര്യം. അതായത് ഇങ്ങനെ ഒരു ഷെയർ കൈമാറ്റത്തിന് വേണ്ടി ആദ്യമായി ചെയ്യേണ്ടത് എന്താണ്? ഒരു ബൈൻഡിങ് അഗ്രിമെന്റ് ഉണ്ടാക്കണം. ഏത് കമ്പനിക്കാണോ ഷെയർ വിൽപ്പന നടത്താൻ ഉദ്ദേശിക്കുന്നത് ആ കമ്പനി ഷെയർ വാങ്ങാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ബൈൻഡിങ് അഗ്രിമെന്റ് തയ്യാറാക്കണം. അത് കഴിഞ്ഞിട്ട് സെബിയെ അറിയിക്കണം, അത് കഴിഞ്ഞിട്ട് പബ്ലിക്കിനെ അറിയിക്കണം, അത് കഴിഞ്ഞിട്ടാണ് സംസ്ഥാന സർക്കാരിനെ അറിയിക്കേണ്ടത്, അതും കഴിഞ്ഞിട്ട് കേന്ദ്ര സർക്കാരിനെ അറിയിക്കണം. ഇങ്ങനെ പല നടപടിക്രമങ്ങളുണ്ട്. ഇതൊക്കെ ഒന്ന് നിങ്ങൾ സിമ്പിൾ ഒരു കാര്യമാണ്. അദാനിയെ ബിസിനസ് ചെയ്യാൻ ആരും പഠിപ്പിക്കണം. അദാനിയെ ബിസിനസ് ചെയ്യാൻ ആരെങ്കിലും പഠിപ്പിക്കണോ? ബിസിനസിന്റെ എല്ലാ നൂലാമാലകളും കൃത്യമായിട്ട് അറിയുന്ന ആളാണ് അദാനിയേക്കാൾ ഇക്കാര്യത്തിൽ എക്സ്പെർട്ടാണ് MSC കമ്പനി അല്ലേ? അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു എന്താ പറയാ ഓഹരി കൈമാറ്റം സംബന്ധിച്ച് ചട്ടങ്ങൾ ലംഘിച്ചു എന്നൊക്കെ പറയാൻ ഒരു അസാമാന്യ തൊലിക്കട്ടി വേണം കേട്ടോ. എന്നിട്ട് ഇപ്പോഴും പറയുന്നത് എന്താ മുൻകൂർ അനുമതി വാങ്ങിയില്ല. എടോ, ഇനി അങ്ങനെ തന്നെ ആണെന്ന് വിചാരിച്ചോ? അങ്ങനെ തന്നെ ആണെങ്കിലും അതൊരു ടെക്നിക്കൽ, ഒരു സാങ്കേതികമായ ഒരു തകരാറ് മാത്രമാണ്. മുൻകൂർ അനുമതി വാങ്ങിയില്ല എന്ന് വിചാരിച്ചിട്ട് ഈ മുൻകൂർ അനുമതി ഇനി കുറെ കാലം കഴിഞ്ഞിട്ട് ഒരു മുൻകൂർ അനുമതി വാങ്ങിക്കാൻ പറ്റുമോ? ഞാനത് ശരിയാണെന്നല്ല പറയുന്നത്. അതായത് അന്തം കമ്മികൾ പറയുന്ന ഈ വാദം മുഖവിലേക്കെടുത്താൽ അദാനി മുൻകൂർ അനുമതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാരിനെ സമീപിക്കേണ്ടതായിരുന്നു. ഇവർ പറയുന്നത് അതായത് ഈ ഓഹരി കൈമാറ്റം സംബന്ധിച്ച് MSC കമ്പനിയുമായുള്ള ഒരു ബൈൻഡിങ് അഗ്രിമെന്റ് ഒക്കെ വരുന്നതിന് മുമ്പ്, അതായത് MSC കമ്പനി ഇത് വാങ്ങാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ച് ആ ചർച്ചകളൊക്കെ നടക്കുന്ന കാലം മുതൽ, അതിന്റെയും മുന്നേ, അതിപ്പോ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല, അതിന്റെയും മുന്നേ സംസ്ഥാന സർക്കാരിന്റെ അനുമതി വാങ്ങിക്കേണ്ടിയിരുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇനിയിപ്പോ അങ്ങനെ വാങ്ങിച്ചിട്ടില്ല എന്ന് ഇവർ പറയും പോലെ അതിപ്പോ എങ്ങനെ പരിഹരിക്കാൻ പറ്റുന്നു? അപ്പൊ ഇവര് പറയുന്നത് എന്താ അറിയോ? ആ കരാർ അനുവദിക്കരുത്. ഇത്രയേ ഉള്ളൂ. ഇവര് വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ MSC കമ്പനി
ഈ കരാറ് വാങ്ങാൻ അനുവദിക്കരുത്. വി.ഡി. സതീശൻ ചെയ്യേണ്ട അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പൊ അദാനി നൽകിയ കത്തുണ്ടല്ലോ, ആ കത്തിന് മറുപടി അയക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. സംസ്ഥാന സർക്കാർ സമ്മതിക്കില്ല. MSC കമ്പനിക്ക് ഈ പറയുന്ന ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാന സർക്കാർ സമ്മതിക്കില്ല. പോരെ, ഇതാണ് ഇവരുടെ ആവശ്യം. ഇതാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം പൂട്ടണം. വിഴിഞ്ഞം ഇതാ ഈ ലേഖനം ഒരാവർത്തി ഞാൻ ഇന്ന് രാവിലെ വളരെ കൃത്യമായി ഈ ലേഖനം ഞാൻ വായിച്ച് മാർക്ക് ചെയ്താണ്. ഈ ലേഖനം ഞാൻ കൃത്യമായി മുഴുവൻ ഒരു പ്രാവശ്യം വായിച്ചു. അതിന് ശേഷം രണ്ടാം പ്രാവശ്യം ഒരിക്കൽ കൂടി ഇത് വായിച്ച് ഹൃദിസ്ഥമാക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കേട്ടോ. ഇത് ഒറ്റ വരിയിൽ ഒറ്റ വാചകത്തിൽ ഈ പറയുന്ന മൊത്തം കാര്യങ്ങൾ സംഗ്രഹിക്കാം. അതിലൊറ്റ അർത്ഥമേ ഉള്ളൂ. അതെന്താണ്? വിഴിഞ്ഞത്തെ പൂട്ടണം. വിഴിഞ്ഞത്തിന് പൂട്ടിടണം. വിഴിഞ്ഞത്തെ താഴിട്ട് പൂട്ടണം. അവിടെ MSC കമ്പനി വേണ്ട. അവിടെ അതിലൊരു കമ്പനി വേണ്ട. വിഴിഞ്ഞം പ്രവർത്തിക്കേണ്ട. വിഴിഞ്ഞം പൂട്ടട്ടെ. അദാനി പൊയ്ക്കോട്ടെ. വേണ്ട, നമ്മുടെ നാട് വികസിക്കേണ്ട എന്നാണ് പിണറായി വിജയൻ ഈ ലേഖനത്തിലൂടെ പറയുന്നത്. ശരിക്കും ഈ ലേഖനത്തിനെതിരെ അല്ലെങ്കിൽ ഈ ലേഖനം എഴുതിയ പിണറായി വിജയനെ ബോയ്ക്കോട്ട് ചെയ്യുകയാണ് വേണ്ടത്. അയാളെ വഴി നടക്കാൻ അനുവദിക്കരുത് കേട്ടോ. അയാള് ഈ സംസ്ഥാനത്തെ, കേരള സംസ്ഥാനത്തെ എന്താ പറയാ, ഏറ്റവും താഴെത്തട്ടിലേക്ക് തള്ളിയിടാൻ വേണ്ടിയിട്ട് കേരളം ഒരു തരത്തിലും ഗുണം പിടിക്കരുത് എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ് ആ മനുഷ്യൻ, ആ അധമനായ പിണറായി വിജയൻ ഇങ്ങനൊരു പിണറായി വിജയൻ അല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പിണറായി വിജയന് വേണ്ടിയിട്ട് മറ്റാരോ തയ്യാറാക്കി കൊടുത്തൊരു ലേഖനം. ഓരോ വരിയും ഒരർത്ഥവുമില്ലാത്ത കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ ഒരൊറ്റ അർത്ഥം എല്ലാം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് വി.ഡി. സതീശൻ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ആ മറ്റേ ഹൈപ്പവർ കമ്മിറ്റി ഉണ്ടല്ലോ, എംപവർ കമ്മിറ്റി, ആ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവർ കമ്മിറ്റിയാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ പരിശോധനയുടെ ആവശ്യമില്ല. ഇത് ഇവര് എന്താ പറയാ അനുവദിച്ചില്ലെങ്കിലും അദാനിക്ക് കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഇത് ആ കരാറിൽ പറഞ്ഞതാണ്. ഇതൊരു സാങ്കേതികമായ അനുമതി മാത്രമാണ്. പക്ഷേ പിണറായി വിജയൻ പറയുന്നു പറ്റില്ല. എംപവർ കമ്മിറ്റി എന്ത് തീരുമാനമെടുക്കണം? വേണ്ട, ഇത് കരാർ ലംഘനമാണ്. എന്താ കരാർ ലംഘനം? നിങ്ങൾ നേരത്തെ അപേക്ഷിച്ചില്ല. മാത്രമല്ല ഇതിൽ വേറെ ഒരുപാട് നമ്മൾ ഇത് എന്താ പറയാ ഒരു വസ്തുതയുമില്ല എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ വീണ്ടും ഒരു തൊലിക്കട്ടി അപാരമാണ് കേട്ടോ. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ MSC കമ്പനിക്ക് ഈ കരാറിൽ, അതായത് ഈ വിഴിഞ്ഞം കരാറിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ വിഴിഞ്ഞത്ത് നിന്ന് 250 കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിൽ മറ്റൊരു തുറമുഖത്തിലും 25% കൂടുതൽ ഓഹരിയുള്ള ഒരു കമ്പനിക്കും ഇവിടെ വന്നിട്ട് ഓഹരി വാങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവര് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ തൂത്തുക്കുടിയിൽ ഈ MSC കമ്പനിക്ക് അവിടെ എന്താ ഉള്ളത്? അവിടെ ഒരു ടെർമിനൽ സ്വന്തമായിട്ടിട്ട് അത്രയേ ഉള്ളൂന്നേ. തൂത്തുക്കുടിയിൽ ഒരു ടെർമിനൽ MSC കമ്പനിക്ക് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു, അത് ആകെ 2-3% വരുള്ളൂ. അതായത് തൂത്തുക്കുടിയുടെ മൊത്തം ആസ്തിയുടെ ഒരു 2%-3% വരുള്ളൂ അവിടുത്തെ ഒരു ടെർമിനൽ. ആ ടെർമിനലാണ് ഇവരുടെ വർത്താനം കേട്ടാ വിചാരിക്കും തൂത്തുക്കുടി മുഴുവൻ MSC കമ്പനിയുടേതാണെന്ന്. മാത്രമല്ല ഈ ലേഖനത്തിന്റെ എങ്ങെപ്പുറം എന്താ പറയാ, ഇവരുടെ ഒരു വാർത്താ പേജില് ഞാൻ വീഡിയോ കണ്ടല്ലോ, ദേശാഭിമാനിയുടെ 5-ാം പേജില് ഒരു കാര്യം ഇതിൽ പറയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് കത്തയച്ചു, ഓഹരി കൈമാറ്റത്തിലെ സർക്കാർ നിലപാട് ദുരൂഹം. ആ വാർത്തയിൽ പറയുന്നത് അറിയോ? കരാർ പ്രകാരം വിഴിഞ്ഞത്തിന് 250 കിലോമീറ്ററിനുള്ളിലുള്ള തുറമുഖത്ത് ഓഹരി പങ്കാളിത്തമുള്ള കമ്പനിക്ക് ഓഹരി കൈമാറാനാകില്ല. അത് കഴിഞ്ഞിട്ട് പറയാണ്, തൂത്തുക്കുടി തുറമുഖത്ത് ശ്രദ്ധിക്കണേ, ഇതില് ഈ കള്ളന്മാർ എഴുതിയതാണ്. തൂത്തുക്കുടി തുറമുഖത്ത് പൂർണ്ണ അവകാശമുള്ള MSCയുമായുള്ള തൂത്തുക്കുടി തുറമുഖത്ത് പൂർണ്ണ അവകാശി MSC. എന്താ ചെയ്യാ? തൂത്തുക്കുടി തുറമുഖത്തിന്റെ മൊത്തം ആസ്തിയുടെ 2% മൂല്യമുള്ള ഒരു ടെർമിനൽ, അതിൽ ഒരുപാട് ടെർമിനലുകൾ അവിടെയുണ്ട്. ആ ഒരു വലിയ തുറമുഖ സമുച്ചയമാണ് തൂത്തുക്കുടി. അതിന്റെ ഒരു ഭാഗത്തുള്ള ഒരു ടെർമിനൽ, അതാണ് MSC കമ്പനിയുടേത്. MSC കമ്പനിക്ക് അങ്ങനെ ലോകത്തിന്റെ വിവിധ തുറമുഖങ്ങളിൽ ഇത്തരത്തിലുള്ള ടെർമിനലുകളുണ്ട്. അത്തരത്തിൽപ്പെട്ട ടെർമിനൽ, ഇവരുടെ വിചാരം, പൊട്ടന്മാരുടെ വിചാരം ടെർമിനൽ എന്ന് പറഞ്ഞാൽ ആ തുറമുഖം മൊത്തത്തിലാണെന്നാണ്. എന്നിട്ട് പറയാണ് അതുകൊണ്ട് MSCക്ക് എന്ന് പറഞ്ഞ ഓരോരോ ന്യായമാണ്. ഇവരുടെ ഒറ്റ അജണ്ട മാത്രമുള്ള MSC കമ്പനി പറ്റില്ല, MSC കമ്പനിക്ക് ഈ ഷെയർ മാറ്റാൻ പറ്റില്ല, MSC കമ്പനിയുടെ 13,000 കോടി വേണ്ട, കൊണ്ട് പൊയ്ക്കോ എന്നുള്ളത് മാത്രമാണ് ഇവർ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക് കേട്ടോ, എങ്ങനെ ഇവരെ നമ്മൾ സഹിക്കുക? നിങ്ങൾ പറ, എങ്ങനെയാണ് ഈ അന്തം കമ്മികളെ ഇനിയും കേരളം സഹിക്കുക? അതോടെ ഞാൻ പറയുന്നത്,
ടാറ്റയുടെ 14 കോടി ഇനിയിപ്പോ ഇവര് ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെങ്ങനെ പാറ വെക്കാം. അതായത് കേരളത്തിലെ ഏത് വ്യവസായശാല ഉണ്ടായാലും അതിനെ എങ്ങനെ പൂട്ടിക്കണം എന്ന് ഗവേഷണം നടത്തുന്ന അന്തംഗമികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ടാറ്റയെ എങ്ങനെ ഓടിപ്പിക്കണം. കിറ്റക് സാബുവിനെ ഓടിപ്പിച്ചു അല്ലെ, ആന്തൂർ സാജനെ കൊന്നു. ശരി മക്കളെ, ശരി. നിങ്ങളെ പരിപാടി നടക്കട്ടെ. കാരണം കഴിയാൻ നന്നാവാത്ത സാധനങ്ങളാണല്ലോ. നടക്കട്ടെ. തൽക്കാലം അത്ര ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ബാക്കി ഉടനെ തന്നെ അടുത്ത വീഡിയോയുമായി വരാം. എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ.